നേതാക്കൾക്ക് വേണ്ടി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന AICCയുടെ കർശന നിർദ്ദേശം മൂവാറ്റുപുഴയിൽ നടപ്പിലായില്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ, വെള്ളൂർക്കുന്നൻ സിഗ്നൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ബോർഡുകൾ ഇതുവരെയും നീക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളുമായി തിയോഫിൻ തന്നെയാണ് ചേരുക. തിയോഫിൻ, അതായത് ഈ ചേരിതിരിഞ്ഞ് പരസ്പരം സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ നീക്കണം എന്നായിരുന്നു ഇന്നലെ ഹൈക്കമാൻഡ് നിർദ്ദേശം. നേതാക്കൾ അത് ഇന്നലെ മാധ്യമങ്ങളുടെ മുൻപിൽ പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് കുറെ ഇടങ്ങളിലൊക്കെ അത് നീക്കിയിട്ടുണ്ട്. പക്ഷേ മൂവാറ്റുപുഴയിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? മനു, മൂവാറ്റുപുഴയിൽ ഫ്ലെക്സ് ബോർഡുകൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ എറണാകുളം ജില്ലയിൽ മറ്റ് പലയിടങ്ങളിലും, കാരണം KC വേണുഗോപാലിനെ അനുകൂലിച്ച് പറവൂർ ഫ്ലക്സുകൾ ഉണ്ടായിരുന്നു, സതീശൻ്റെ മണ്ഡലത്തിൽ അങ്ങനെ പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു, എറണാകുളം നഗരത്തിലുണ്ടായിരുന്നു, ആലുവ മേഖലയിലുണ്ടായിരുന്നു. ഇങ്ങനെ പല ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ മൂവാറ്റുപുഴയിലെ ഈ നേതാക്കളെ അനുകൂലിച്ച് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ VD സതീശനെ അനുകൂലിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകളുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ഈ ബോർഡുകളൊന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മൂവാറ്റുപുഴയിലെ മറ്റൊരു പ്രത്യേകത, ഈ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഒരു സ്ഥലത്തും KC വേണുഗോപാലിന് വേണ്ടി ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ KC വേണുഗോപാലിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ അവിടെ ഇല്ല. എന്നാൽ ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടിയുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സ് ബോർഡുകളൊന്നും ഇപ്പോൾ നീക്കം ചെയ്തിട്ടില്ല എന്നാണ് വിവരം. ഒരുപക്ഷെ അത് വാർത്തയാകുമ്പോൾ ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇന്നലെ വൈകിട്ടാണ് നേതാക്കൾ ഒരുമിച്ച് ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നും അതോടൊപ്പം ഇനി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുത്, പരസ്യമായുള്ള പ്രകടനങ്ങൾ ഉണ്ടാകരുതെന്ന നിർദ്ദേശം നൽകിയത്. ഇത് ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ്. കാരണം ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി ആരാകും എന്ന പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്താതിരുന്നത്. അതിൽ ഈ ഇവരുടെ ചേരിപ്പോരും ഈ ഫ്ലക്സ് യുദ്ധങ്ങളും പ്രകടനങ്ങളും ഒക്കെ തെരുവിലേക്ക് എത്തിയത് വലിയ പ്രതിഷേധം രാഹുൽ ഗാന്ധിക്കുണ്ട്. ശരി, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് ഹൈക്കമാൻഡ് പലവട്ടം അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് നിർദ്ദേശം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നടപ്പിലായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും പരസ്പരം ചേരിതിരിഞ്ഞുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ അവിടെ തന്നെ തുടരുകയാണ്, മാറ്റിയിട്ടില്ല എന്നതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. അതാണ് തിയോഫിൻ നൽകിയത്.